എവരിവൺ, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ EVS അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ക്ലോത്ത്സ് ഹൗ തിങ്സ് ആർ മെയ്ഡ് അല്ലേ. നമുക്കറിയാം ആനുവൽ എക്സാം ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ ഇനിയും ബാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ടൈം ഇനിയും ഉണ്ട് എന്ന് വിചാരിച്ചിട്ടെല്ലാം നമ്മൾ പെൻഡിങ്ങിൽ വെക്കുന്നത് വലിയൊരു അബദ്ധമായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഉള്ള ടൈം വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യണം. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു ഫൈബേഴ്സിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സും ഉണ്ട്. അപ്പൊ നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ, ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾസ് ഓർത്തു വയ്ക്കുക, മസ്റ്റ് ആയിട്ടും ഇമ്പോർട്ടന്റ് ആണ്. ബാംബു ആയിക്കോട്ടെ, കോട്ടൺ ആയിക്കോട്ടെ, ലിനൻ ആയിക്കോട്ടെ, വൂൾ ആയിക്കോട്ടെ, സിൽക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നാച്ചുറൽ സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, നാച്ചുറൽ ഫൈബർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് പാരന്റ്സിന്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ഏത് ടൈപ്പ് മെറ്റീരിയൽ, ഏത് ടൈപ്പാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ പലരെയും അല്ലെ, ലിനന്റെ ഒക്കെ ഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. സിൽക്ക് ആയിക്കോട്ടെ, കോട്ടൺ ആയിക്കോട്ടെ, നമ്മൾ മിക്കവാറും കണ്ടു പരിചയമുള്ളതാണ് ഇവരൊക്കെ, അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ളതാണ് അല്ലെ. ഇനി വൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന പോലെ സ്വെറ്റ് ടീഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനെപ്പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ മിക്കവാറും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ ഓർക്കുക, ഇതൊക്കെ എന്താണ്, നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഫൈബേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനകത്ത് സിൽക്കിന്റെ കാര്യം നിങ്ങളോട് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സിൽക്ക് എന്ന് പറയുന്നത് സിൽക്ക് ഫൈബർ ആണ് അല്ലെ. അപ്പൊ ഈ സിൽക്ക് എവിടുന്നാ കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയേണ്ടത്, ഫ്രം കൊക്കൂൺ ആണ് അല്ലെ. എന്തിന്റെ കൊക്കൂൺ ആണ്? സ്മോൾ ഇൻസെക്ട് ഉണ്ട്, സിൽക്ക് മോത്ത് എന്ന് പറയുന്ന. അപ്പൊ ഈ സിൽക്ക് മോത്തിന്റെ കൊക്കൂണിൽ നിന്നാണ് ആക്ച്വലി നമ്മുടെ സിൽക്കിന്റെ ആ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. ദ കൊക്കൂൺസ് ആർ പുട്ട് ഇൻ ഹോട്ട് വാട്ടർ. നമ്മൾ ഹോട്ട് വാട്ടറിൽ അവയെ ഇടുകയാണ് ചെയ്യുന്നത്. ദ സിൽക്ക് ത്രെഡ് ഈസ് ജെനറലി പുൾഡ് ഔട്ട് ആൻഡ് ദെൻ മെയ്ഡ് ഇൻ ടു ത്രെഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് സിൽക്ക് ഫാബ്രിക്. അങ്ങനെ സിൽക്ക് ഫാബ്രിക്കിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ കൊക്കൂൺസ് ആണ് ആക്ച്വലി അതിനെ നമ്മൾ നല്ല ചൂടുവെള്ളത്തിലാണ് അല്ലെ, ഹോട്ട് വാട്ടറിൽ ഇടുകയാണ്. ആ സമയത്ത് ആ ഒരു ത്രെഡ് വരുന്നു. ആ ത്രെഡിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സിൽക്ക് ഫാബ്രിക് ആക്കിയിട്ട് അതിനെ യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതിനെ യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതാ നോക്കിയാൽ ഒരു ലൈഫ് സൈക്കിൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യം തന്നെ ഇതാ എഗ്സ് ആണ് അല്ലെ. ആ എഗ്സ് വിരിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ എന്താണ്, സിൽക്ക് വേം ആണ്. അതാണ് ആക്ച്വലി സിൽക്ക് വേം, പട്ടുനൂൽ പുഴു എന്ന് നിങ്ങൾ കേട്ടില്ലേ. അപ്പൊ സിൽക്ക് ആക്ച്വലി പട്ടുനൂലാണ് അല്ലെ, പട്ടിന്റെ ഡ്രസ്സുകളാണ് നമ്മൾ, സിൽക്കിന്റെ ഡ്രസ്സ്. പ്രത്യേകിച്ച് നമ്മളെ വെഡിങ് പർപ്പസിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെഡിങ് ക്ലോത്തിനെ പറ്റി, അല്ലെങ്കിൽ ചില സാരീസിലൊക്കെ പട്ട് സാരി നമ്മൾ പറയാറുണ്ട് അല്ലെ, സിൽക്കിന്റെ സാരികളാണ്. അപ്പൊ അതൊക്കെ ഇതാ ഈ ഒരു ഫാബ്രിക്കിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ സിൽക്ക് വേം ആണ്. സിൽക്ക് വേമിന്റെ നെക്സ്റ്റ് സ്റ്റേജ് കാറ്റർപില്ലർ ആണ്. അപ്പൊ ആ കാറ്റർപില്ലർ എന്ന് പറയുന്നത് എന്താണ്, കൊക്കൂൺ ആയിട്ട് മാറുന്നു. ദെൻ അതെന്താണ്, അതിന്റെ അടുത്ത സൈക്കിൾ ആണ്, അതിന്റെ അടുത്ത സ്റ്റേജ് ആണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഈ പറയുന്ന കൊക്കൂണിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിൽക്ക് ഫാബ്രിക് നമ്മൾ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ സിൽക്ക് ഫൈബറിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, സിൽക്കിന്റെ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലൈഫ് സൈക്കിള് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ABC എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും. അപ്പൊ എഗ്സ് ആണ്, ആ എഗ്സിൽ നിന്ന് സിൽക്ക് വേം ഉണ്ടാവുകയാണ് അല്ലെ. അതിൽ നിന്ന് എന്താണ്, കാറ്റർപില്ലർ ആയിട്ട് മാറുവാണ്, കൊക്കൂൺ ആയിട്ട് മാറുവാണ്. അതിനകത്ത് നിന്നാണ് നമ്മുടെ ബട്ടർഫ്ലൈ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് എന്ത് ചെയ്യുക, എന്റെ മക്കള് ഓർത്തു വെക്കുക. ആൻഡ് അടുത്തത് നമ്മുടെ എന്താണ്, സിന്തറ്റിക് ഫൈബേഴ്സ് ആണ്. അപ്പൊ സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്ന സമയത്ത് ആ പേര് തന്നെ ഉണ്ട്, നമ്മൾ സിന്തസൈസ് ചെയ്യുന്നതാണ് അല്ലെ, മാൻ മെയ്ഡ് ആണ്. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ്, ഇതും നമുക്ക് പരിചയം ഉണ്ടടാ, നൈലോൺ ആയിക്കോട്ടെ, റയോൺ ആയിക്കോട്ടെ, പോളിസ്റ്റർ ആയിക്കോട്ടെ, ടെർലിൻ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പല നമ്മൾ ഡ്രസ്സ് മാത്രമൊന്നും അല്ല അല്ലെ, ക്ലോത്ത് നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കുറെ ആൾക്കാരാണ്. നൈലോണും റയോണും ഒക്കെ മിക്കവാറും നമ്മൾ മിക്സ് ചെയ്തിട്ട്, ഇപ്പൊ കോട്ടൺ ആണെങ്കിൽ നമ്മൾ പറയും ജടക്കി മെറ്റീരിയൽ തൊട്ടിട്ട് ഇത് മിക്സ് ആണെന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അതിനകത്തൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അതുപോലെ പോളിസ്റ്ററിന്റെ ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ പറയുകയാണെങ്കിൽ നല്ല റെയിനി സീസണിലൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന ഡ്രസ്സൊക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ പോളിസ്റ്റർ ചൂസ് ചെയ്യാറുണ്ട്. സമ്മർ സീസണിൽ നമ്മൾ അങ്ങനെ എടുക്കാറില്ല, ബിക്കോസ് ചൂട് എടുക്കുന്നതുകൊണ്ട്. ഇപ്പൊ വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുള്ള ആളാണ്, ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് പോളിസ്റ്ററിന് അല്ലെ, നമ്മൾ എപ്പോഴും കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു പേരാണ്. അതുപോലെ ടെർലിൻ. അപ്പൊ ഇതൊക്കെ എന്താണ്, സിന്തറ്റിക് ഫൈബേഴ്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. അതായത് ലുക്ക് അറ്റ് സം ക്ലോത്ത്സ്, ബാഗ്സ് ഓർ അതർ തിങ്സ് യു യൂസ് എവറി ഡേ. നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ലിസ്റ്റ് സം ഓഫ് ദ മെറ്റീരിയൽസ് ദാറ്റ് യു ഹാവ് യൂസ്ഡ്. ആർ ദേ മെയ്ഡ് ഫ്രം
നാച്ചുറൽ ഓർ സിന്തറ്റിക് ഫൈബേഴ്സ്. ദെൻ റൈറ്റ് വൺ തിങ് യു ലൈക്ക് അബൌട്ട് ഇറ്റ് ഇൻ ദ ടേബിൾ ബിലോ. അതായത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അപ്പോൾ ഓരോ ഐറ്റത്തിന്റെ പേര് എഴുതുക, അത് നാച്ചുറൽ ആണോ സിന്തറ്റിക് ആണോ എന്ന് കണ്ടുപിടിക്കുക. ആൻഡ് വാട്ട് ഐ ലൈക്ക് അബൌട്ട് ഇറ്റ്, അല്ലെ എനിക്ക് എന്താണ് അതിനകത്ത് ഇഷ്ടമായത്, അതുകൊണ്ടായിരിക്കില്ല നമ്മൾ ആ മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ടുണ്ടാവുക, അതും എഴുതുക. അതൊരു നിങ്ങൾക്കുള്ള ഒരു എന്താണ്, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, ഫുൾ ഫ്രീഡം ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എഴുതാം അല്ലെ. ഇപ്പൊ മിസ് ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കോട്ടൺ ഷർട്ട് അതിൽ തന്നെ ഉണ്ട് നാച്ചുറൽ, അത് അങ്ങനെ കൊടുക്കാൻ കാരണം ഷർട്ട് പല ടൈപ്പ് ഉണ്ട്. അപ്പൊ കോട്ടൺ ആണ്, ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ടു വെയർ അല്ലെ. അടുത്ത സ്കൂൾ ബാഗ്. സ്കൂൾ ബാഗ് മിക്കവാറും പോളിസ്റ്ററോ നൈലോണോ ഒക്കെയാണ് നമ്മൾ കാണാറുള്ളത്. സ്ട്രോങ് ആണ്, കാരണം എന്താണ്, ബുക്സിനെ ഒക്കെ അത് ക്യാരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോക്സ്, നമുക്കറിയാം സോക്സ് എല്ലാ ടൈപ്പും ഉണ്ടാവാറുണ്ട് അല്ലെ. ഇപ്പൊ കോട്ടണും നൈലോണും ഒക്കെ കാണാറുണ്ട്. അത് നമ്മുടെ എന്താണ്, ഫീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഡസ്റ്റിന്റെ അകത്തുനിന്നും ഡേർട്ടിന്റെ അകത്തുനിന്നും ഒക്കെ നമ്മൾ എന്താണ് സേഫ് ആക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി ബെഡ്ഷീറ്റ് മിക്കവാറും നമ്മൾ കോട്ടൺ ചൂസ് ചെയ്യാറുണ്ട്, ബിക്കോസ് എന്താണ്, ഇറ്റ് ഫീൽസ് സോഫ്റ്റ് ആൻഡ് ഹെൽപ്പ് us സ്ലീപ്പ് ബെറ്റർ അല്ലെ. ഭയങ്കര കംഫർട്ടബിൾ ആണ്, മിസ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോട്ടന്റെ ബെഡ്ഷീറ്റ്. അപ്പൊ പലരും പല ടൈപ്പാണ്. അപ്പൊ പലതരത്തിൽ നമ്മൾ ക്ലൈമറ്റിനനുസരിച്ചും ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാറുണ്ട്, മെറ്റീരിയൽ ഒക്കെ ചൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കാൻ മറക്കരുത്, ഫൈബേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സും ഉണ്ട്, ആദ്യം നമ്മൾ പഠിച്ച നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്. കൃത്യമായിട്ട് എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വയ്ക്കാൻ നമ്മളോട് ചോദിക്കും, ചിലപ്പോൾ ടേബിൾ ആക്കാനൊക്കെ ചോദിക്കും. ആൻഡ് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.